ശബരിമല സ്വർണ്ണമോഷണ കേസിൽ SITയുടെ നിർണായക നീക്കം. UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള ദില്ലി യാത്ര വിവരങ്ങൾ ശേഖരിക്കാനാണ് SITയുടെ തീരുമാനം. കേസിൽ ഡി മണിയെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. ശബരിമല സ്വർണ്ണമോഷണ കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഗോവർദ്ധനുമൊപ്പം UDF കൺവീനർ അടൂർ പ്രകാശും ആന്റോ ആന്റണി MPയും സോണിയാഗാന്ധിയെ കണ്ട ചിത്രങ്ങൾ വിവാദമായിരുന്നു. ഈ ഘട്ടത്തിലാണ് അടൂർ പ്രകാശ് MPയെ കേസിൽ ചോദ്യം ചെയ്യാനുള്ള നിർണായക നീക്കങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം ആരംഭിച്ചത്. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനുള്ള SIT നീക്കം. ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുണ്ട്. പോറ്റിയുടെ മൊഴി കേസിൽ അതീവ നിർണായകമാകും. തന്റെ പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട പോറ്റിയുമായി പരിചയമുണ്ടെന്ന് സമ്മതിച്ച അടൂർ പ്രകാശ്, പക്ഷേ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ള സോണിയാഗാന്ധിയുടെ അടുത്തെത്താൻ പോറ്റിയെ സഹായിച്ചത് എന്തിന് എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി നിർണായകമാകും. പോറ്റിയുടെ മൊഴി എടുത്തതിനു ശേഷം മാത്രമാകും അടൂർ പ്രകാശിന് നോട്ടീസ് അയക്കുന്ന നടപടിയിലേക്ക് SIT കടക്കുക. അതേസമയം കേസിൽ ഡി മണി ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയിൽ തുടരന്വേഷണത്തിലേക്ക് SIT കടന്നു. ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡി മണിയെ ആവശ്യം വന്നാൽ വീണ്ടും ചോദ്യം ചെയ്യാനാണ് SIT തീരുമാനം. വിദേശ വ്യവസായിയുടെ മൊഴിയും പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും രേഖപ്പെടുത്തും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.